ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കും. വയനാട് പാക്കേജിൻ്റെ ചർച്ച ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭാ ഉപസമിതി ഈ വയനാട് പാക്കേജ് എങ്ങനെ വേണമെന്ന കാര്യത്തിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദീപക് തർമണ നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിനൊപ്പം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മന്ത്രിക്ക് ഒരു സുപ്രഭാതം പറയുക. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞോളൂ. വയനാട്ടിലെ പ്രഭാതങ്ങൾ ഗുഡ് മോർണിംഗ് ആവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇപ്പോൾ ദുരന്തമുഖത്ത് നിരവധി കണ്ണീർ കയത്തിലകപ്പെട്ട കുടുംബങ്ങൾക്കിടയിലാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിലെയും യാത്ര. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ, ഒരുപക്ഷെ ദുരന്തത്തിൻ്റെ ഇരകളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചു കഴിഞ്ഞ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഏകോപനത്തിൽ മുഴുവൻ സമയം ഇവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. മന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. മിനിസ്റ്റർ തിരക്കിലാണെന്നറിയാം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. ഒറ്റ കാര്യം, ഇന്നത്തെ ക്യാബിനറ്റിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ തയ്യാറാക്കി റിപ്പോർട്ട് ക്യാബിനറ്റിന് ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്താണ് വിശദാംശം? ഞങ്ങളിപ്പോൾ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ മുഖ്യമന്ത്രി തന്നെ അതിന് മുൻകൈ എടുത്ത് പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്നത്തെ ക്യാബിനറ്റിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് നിലവിലുള്ള സ്ഥിതിയും ഭാവിയിൽ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളും വെച്ചുകൊണ്ടായിരിക്കും ചർച്ച. അപ്പോൾ ആ നിലയിലുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. ഒരു ഭാഗത്ത് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ടാമത്തത് താൽക്കാലിക പുനരധിവാസം. നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് വിശാലമായി ചർച്ച ചെയ്ത് എല്ലാവരും യോജിപ്പിച്ച് ക്യാമ്പിലും ആശുപത്രിയിലുള്ളവരുടെ അഭിപ്രായം എടുത്താണ് ചെയ്യുന്നത്. എന്നാൽ അതിന് സമയമെടുക്കും, ചെറിയൊരു സമയമെടുക്കും. മുഖ്യമന്ത്രി തന്നെ ഒരു ബൃഹത്തായ സമഗ്രമായ പാക്കേജ്, ഒരു സമഗ്രമായ സർക്കാർ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ താൽക്കാലിക പുനരധിവാസം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി അതൊന്നും ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ. എല്ലാവരുടെയും അഭിപ്രായം എടുത്തിട്ടേ അതൊരു തീരുമാനമായി വരൂ, ഏത് നമ്മുടെ പുനരധിവാസം. എന്നാൽ താൽക്കാലിക പുനരധിവാസത്തിൽ ഞാനിപ്പോൾ ഇന്നലെ നമ്മൾ പങ്കുവെച്ച സർക്കാർ ക്വാർട്ടേഴ്സുകൾ നൽകുന്ന കാര്യത്തെ പോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ഈ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ആ ഗ്രാമപഞ്ചായത്തുകളിൽ ഈ താൽക്കാലിക പുനരധിവാസത്തിന് സ്വയം തയ്യാറായി വരുന്നവരുണ്ടോ എന്ന പരിശോധനകൾ നടത്തും. അതായത് വീടുകളിൽ താമസിപ്പിക്കാൻ തയ്യാറുള്ളവർ, ഹോം സ്റ്റേ പോലെ, അതല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വീടുണ്ടെങ്കിൽ അവിടെ താമസിപ്പിക്കാൻ തയ്യാറാകുന്നവർ, അങ്ങനെയുള്ളവരുണ്ടോ എന്നുള്ളൊരു പരിശോധന. അങ്ങനെയാകുമ്പോൾ അവരൊരു അതിഥിയെ കൊണ്ടുവരുന്നത് പോലെ സ്വീകരിച്ച് മുൻപ് ഒരു ദുരന്തത്തിലും ഇല്ലാത്ത ഒരു നോവലായ ഇന്നോവേറ്റീവായ ഒരു കൺസെപ്റ്റാണ്. അതെ, തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഈ ഇഷ്യൂവിൽ തന്നെ ഒരു കുടുംബം വന്നു എന്നുള്ളത് ഒരു വാർത്തയായിരുന്നു. അപ്പോൾ വയനാട് ജില്ലയിലെ ഓരോ ഗ്രാമപഞ്ചായത്തും അതിഥികളെ സ്വീകരിക്കുന്നത് പോലെ താൽക്കാലിക പുനരധിവാസത്തിന് ഇവരെ സ്വീകരിക്കുകയും അവിടെ താമസിപ്പിക്കുകയും, ഒരു അതിഥി എങ്ങനെയാണോ താമസിപ്പിക്കുന്നത് അതുപോലെ താമസിക്കുകയും ചെയ്യുന്ന നിലയിൽ ഓരോ പഞ്ചായത്തും മുൻകൈ എടുക്കുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് വളരെ സുപ്രധാനമായൊരു മീറ്റിംഗ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ സെക്രട്ടറിമാർ, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ എന്നിവരെ വെച്ച് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ക്യാമ്പിലുള്ള സ്കൂളുകൾ നമ്മൾ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. അപ്പോൾ അവരെ അവിടെ നിന്നും അവർക്കിഷ്ടമുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കൊണ്ടുപോകുന്ന, അവർ സ്വീകരിക്കുന്ന ഒരു ജനകീയ സ്വഭാവമുള്ള ഒരു ടെമ്പററി റീഹാബിലിറ്റേഷനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്ത നിവാരണം, റീഹാബിലിറ്റേഷനൊക്കെ പണം വേണം, കോടികൾ ചിലവുള്ളതാണ്. ഇപ്പോഴും ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ബജറ്റിലല്ലാതെ പണം അനുവദിക്കാൻ സാധിക്കും. ഇതിനെ എങ്ങനെയാണ് സർക്കാർ കാണുന്നത്? ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഞങ്ങളത് തുടർച്ചയായി ആവശ്യപ്പെടുന്നു. ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും, നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പലയിടങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായതിനേക്കാൾ കുറവ് മരണമുള്ള ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടെങ്കിലും, ആ തുകയെങ്കിലും കേരളത്തിന് ലഭിക്കണം. ഇതുവരെ കേന്ദ്രത്തിൻ്റെ സഹായങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണല്ലോ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇനിയും കേന്ദ്ര സർക്കാർ ഈ നിലയിലുള്ള സഹായം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്.
പക്ഷേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വളരെ രൂക്ഷമായി കേരളത്തെ വിമർശിച്ചിട്ടുണ്ട്. കേരളം ഉണ്ടാക്കിയ ദുരന്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങളുമായി പോകുന്നത് ദൗർഭാഗ്യകരമാണ്. സംസ്ഥാന സർക്കാരിനെ ആര് വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും അടിച്ചോട്ടെ, ഏത് നിലയിൽ വേണമെങ്കിലും ആക്രമിച്ചോട്ടെ, ഞങ്ങളതൊക്കെ കൊള്ളാൻ തയ്യാറാണ്. സമചിത്തതയോടുകൂടി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നിലപാടേ ഞങ്ങൾ സ്വീകരിക്കൂ. അതുകൊണ്ട് ഏതടി വേണമെങ്കിലും ഞങ്ങളെ അടിച്ചോട്ടെ, വ്യക്തിപരമായി അടിച്ചോട്ടെ, സർക്കാരിനെ അടിച്ചോട്ടെ, അതിന് മറുപടി പറയാനോ തിരിച്ചടിക്കാനോ ഉള്ളൊരു സമയമല്ല ഇത്. അങ്ങനെ കാണുന്നില്ല, എല്ലാ അടിയും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇവിടെ നിങ്ങളും നമ്മളൊക്കെ കാണുന്ന കണ്ണീരും പ്രയാസവും അതിന് മറികടക്കാൻ അവർക്ക് ആത്മവിശ്വാസം നൽകാനുള്ള ഇടപെടലാണ്. അതിനുവേണ്ടി ഏത് നിലയിൽ പോകാനും ഞങ്ങൾ തയ്യാറാണ്. താങ്ക് യു മിനിസ്റ്റർ. മാതൃകാപരമായ നടപടിയാണ്, നിലപാടാണ്. SKN ഈ സമയത്ത് രാഷ്ട്രീയമായി ഒരു നിലപാട് പറയൽ, ഒരു ആരോപണ പ്രത്യാരോപണത്തിന് സർക്കാർ തയ്യാറല്ല. മാത്രവുമല്ല, ഭൂപേന്ദ്ര യാദവ് വളരെ രൂക്ഷമായി കേരളത്തെ വിമർശിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഇതിനൊന്നുമല്ല ഇപ്പോൾ സമയം, ഇപ്പോൾ ദുരന്ത നിവാരണത്തിനാണ്, കണ്ണീരൊപ്പലിനാണ് എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞ് വിവിധ യോഗങ്ങൾ, അതിലേറ്റവും നിർണായകമായ മറ്റൊരു യോഗം, മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തിരുമണമാണ് വിവരങ്ങൾ നൽകിയത്.